കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. നക്ഷത്രത്തെക്കുറിച്ച് എത്രയും വേഗം അഖിൽ സാറിനെ അറിയിക്കണം. രണ്ടുപേരും നല്ല ചേർച്ചയല്ലേ? അവന് പൂർണ്ണമായിട്ട് മനസ്സിലാക്കുന്ന, അവന്റെ ഇഷ്ടങ്ങൾ അറിയുന്നൊരു പെൺകുട്ടിയെ തന്നെ അവന് ഭാര്യയായിട്ട് കിട്ടുക. അഖിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യ നക്ഷത്ര. അതിന് ഈ ബന്ധം വിവാഹത്തിലെത്തിയിട്ട് വേണ്ടേ? അമ്മേ, നക്ഷത്ര കഴിഞ്ഞമ്മേ. ആ, നിങ്ങളെ കാത്തുന്നതാ. അഖിലിനുള്ളത് ഞാൻ സെലക്ട് ചെയ്തു. ആ, എന്നാ പിന്നെ ബില്ലിംഗ് സെക്ഷനിലേക്ക് പോ. വാ മോളെ. എന്നെപ്പോലൊരു പാവപ്പെട്ടവൾക്ക് ഇത്രയും വില കൂടിയ സാരി സമ്മാനമായിട്ട് തരണമെങ്കിൽ അഖിൽ സാർ എത്ര വലിയ മനസ്സിന്റെ ഉടമയായിരിക്കും. ആ പാവത്തിനെ എന്തോ ഒരു ചതിയിൽപ്പെടുത്താനാ നക്ഷത്ര ശ്രമിക്കുന്നത്. അതിന്ന് അഖിൽ സാറിനെ രക്ഷിക്കണേ. അവരുടെ കള്ളക്കളികൾ അഖിൽ സാറിന് മനസ്സിലാക്കി കൊടുക്കണേ. ഏത് കൃഷ്ണനാടി നിന്റെ മനസ്സില്? ടെക്സ്റ്റൈൽസിലെ എല്ലാവരുടെ മുന്നിൽ വെച്ച് പ്രശ്നം ഉണ്ടാക്കണ്ടെന്ന് കരുതിയ ഞാൻ കൂടുതലൊന്നും ചോദിക്കാതിരുന്നത്. എന്താടി ഇത്? കണ്ടാലറിഞ്ഞൂടെ? സാരി. ഓ, ഇത് സാരി. ഇത് സാരി അല്ലടി, പുടവാ. മറ്റൊരാളുമായി വിവാഹം തീരുമാനിച്ചിരിക്കുന്ന നീ ആ പണക്കാരൻ ചെക്കന്റെ കയ്യിൽ നിന്ന് പുടവ വാങ്ങിയിരിക്കുന്നു. ആ, അതിന്റെ അർത്ഥം എന്താ? ഇത് അഖിൽ സാർ തന്ന ഗിഫ്റ്റാന്ന് ഞാൻ എത്ര തവണ പറഞ്ഞു. എനിക്ക് തന്ന വിവാഹ സമ്മാനം. അതിനെന്തിനാ വേറെ അർത്ഥം കാണുന്നത്? നീ കൂടുതൽ ന്യായീകരണമൊന്നും വിളമ്പല്ലേ. വിവാഹം കഴിക്കാത്ത പുരുഷൻ ഒരു പെണ്ണിന് പുടവ കൊടുത്തെങ്കിൽ അതിന് ഈ നാട്ടിലെ ഒറ്റ അർത്ഥേ ഉള്ളൂ, കല്യാണം. എന്റെ കൃഷ്ണ, ഏട്ടത്തി എന്താ ഈ പറഞ്ഞ? മനസ്സിലായില്ലേ? പുടവ കൊടുത്ത് പെണ്ണിനെ സ്വന്തമാക്കിന്ന്. അവന്റെ കയ്യിൽ നിന്ന് പുടവ സ്വീകരിച്ച നീ എന്ത് സത്യസന്ധതയാ നിന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന വിഷ്ണുവിനോട് കാണിക്കുന്നത്? അതോ രണ്ടുപേരെ നീ ഒരുപോലെ മേച്ചോണ്ട് പോവോ? എടുത്തി അനാവശ്യം പറയരുത്. ഞാൻ ആവശ്യത്തിന് മാത്രമേ പറഞ്ഞോളൂ. മിണ്ടാപ്പൂച്ച കല ഉടയ്ക്കുമെന്നേ കേട്ടിട്ടുള്ളൂ. ഇപ്പതാ നേരിട്ട് കണ്ടു. കല്യാണത്തിന് മുൻപ് എന്തൊക്കെ ലീലാവിലാസങ്ങള് കാണേണ്ടി വരും എന്റെ ദേവിയേ. മതി മതി, ഇവളുടെ മനസ്സൊന്ന് കലങ്ങിയിട്ടുണ്ട്. ഇന്നത്തേക്കുള്ളതായി ആശ്വാസായി.
നക്ഷത്രയുടെ ഒപ്പമുള്ള എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല കളർ സെൻസ് ഉള്ള കുട്ടിയാ. ആ, ഒരു കാര്യത്തിൽ സമാധാനമുണ്ട്, ധൈര്യമായിട്ട് ഷോപ്പിങ്ങിനുണ്ടോ. അനാവശ്യമായിട്ട് ഓരോന്ന് വാരി വലിച്ചിട്ട് നമ്മുടെ ടൈം വേസ്റ്റ് ആക്കില്ല. ആവശ്യമുള്ളത് മാത്രമേ സെലക്ട് ചെയ്യൂ. അമ്മയും നക്ഷത്രയുടെ കാര്യത്തിൽ ഹാപ്പിയാ. ആ സന്തോഷം നീയായിട്ടില്ലാതാക്കരുത്. അമ്മയുടെ സന്തോഷം ഞാനായിട്ട് എടുത്തി എന്താ ഉദ്ദേശിച്ചത്? ടെക്സ്റ്റൈൽസ് വെച്ച് നീ ശ്യാമയെ കണ്ടില്ലേ? നിങ്ങൾ തമ്മിൽ സംസാരിച്ചില്ലേ? അല്ല, അതെങ്ങനെയാ നിങ്ങളെ കണ്ടത്? ഐശ്വര്യ എന്നോട് പറഞ്ഞത്. ആ സമയത്ത് അമ്മയോട് പറയരുതെന്ന് ഞാൻ നിർബന്ധം പിടിച്ചിട്ടാ ഐശ്വര്യ സംസാരിക്കാതിരുന്നത്. എന്റെ എടുത്തി ശ്യാമയുടെ വിവാഹമാണ്. വിവാഹോ? ആ, അതിനുള്ള ഡ്രസ്സ് എടുക്കാനാ അവര് വന്നത്. ഞങ്ങള് കണ്ടു, സംസാരിച്ചു. അവൾക്കുള്ള വിവാഹ സമ്മാനമായിട്ട് ഒരു സാരി ഗിഫ്റ്റ് ആയിട്ടും കൊടുത്തു. എങ്കിൽ ഈ കാര്യം നേരത്തെ പറയണ്ടേ? അതിനിപ്പോഴല്ലേ ചോദിച്ചത്? ശ്യാമയുടെ നിന്റെ കല്യാണമാണ്. പിന്നെന്താ പ്രശ്നം? എന്താ പ്രശ്നം? ആർക്കാ പ്രശ്നം? ഞാൻ ചോദിച്ച കാര്യം നീ അങ്ങ് വിട്ടേക്ക്. എന്റെ വിവാഹത്തിന്റെ അതേ ഡേറ്റിൽ തന്നെയാ ശ്യാമയുടെ മാരേജ്. റിയലി? ആ, ഇനിയെങ്കിലും ആ പാവം പെൺകുട്ടി ഒന്ന് വെറുതെ വിട്ടൂടെ? അല്ലെങ്കിലും എനിക്ക് അവളെ ആദ്യം കണ്ടപ്പോ മുതൽ ഇഷ്ടാ. ഒരു നിഷ്കളങ്ക ഭാവം, ഒരു സാധു. വിവാഹത്തിന് കഴിയുന്ന സഹായം ചെയ്യണം. പാവം, ഒരു കാര്യമില്ലാതെ എന്തൊക്കെ അപവാദങ്ങളാണ് ഇതുവരെ കേട്ടത്. എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ ശ്യാമ? ഞാൻ നേരിട്ട് കണ്ട് മനസ്സിലാക്കിയ കാര്യങ്ങളാ. അതിനൊക്കെ തെളിവുണ്ടോ എന്ന് ചോദിച്ചാ എന്റെ കയ്യിലില്ല. അഖിൽ? അയ്യോ ഐശ്വര്യ മാഡം. എടോ, എന്താ പറയാമെന്ന്? ഞാൻ ഇനി കാണുമ്പോ പറയാം. ശ്യാമയ്ക്ക് എന്നോട് പറയാനുള്ള കാര്യം എന്തായിരിക്കും? അത്ര പ്രധാനപ്പെട്ട കാര്യം എന്തായിരിക്കും? വിളിക്കാനാണെങ്കിൽ നമ്പരുമില്ല. വീട്ടിൽ പോയി കാണാന്ന് വെച്ചാ ശ്യാമയുടെ തല തെറിച്ചായി എടുത്തി എന്തൊക്കെ വിളിച്ചു പറയുന്നു അറിയില്ല. എങ്ങനെ കാണും? കണ്ണാ, നീ തന്നെ ഒരു വഴി കണ്ടെത്തിയതാ. ദേവകി, അച്ഛൻ വന്നു. നീ അങ്ങോട്ട് ഇരിക്കേ. ശ്യാമയുടെയും വിഷ്ണുവിന്റെയും ജാതകങ്ങൾ ഒത്തുനോക്കി. 10ൽ 9 പൊരുത്തവും ചേർന്ന ജാതകം വന്ന മടവന തിരുമേനി പറഞ്ഞേ. എന്റെ കൃഷ്ണ, ഒരു വേദദോഷങ്ങളും ഇല്ല. 2 ഉത്തമ ജാതകമാ. ഇവര് വിവാഹിതരായ ഒരാൾക്ക് ഒരാൾ തുണയായി ജീവിതാന്ത്യം വരെ കഴിയുമെന്ന തിരുമേനി പറഞ്ഞേ. ഇപ്പൊ അമ്മയ്ക്ക് ആശ്വാസമായില്ലേ? ഇനിയിപ്പോ ജാതക പൊരുത്തം നോക്കിയില്ല എന്ന് പറഞ്ഞ് പരാതി പറയില്ലല്ലോ. ഒന്ന് പോടാ. വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട് ബാഹ്യശക്തികളുടെ ചില തടസ്സങ്ങൾ ഉണ്ടാകുമെന്നാ തിരുമേനി പറഞ്ഞേ. ഈ ബാഹ്യശക്തികൾ ആരാന്ന് കൂടി തിരുമേനിയോട് ചോദിക്കാൻ മേലായിരുന്നു അച്ഛാ. അല്ല, പേര് കിട്ടുമായിരുന്നെങ്കിലേ ഇവര് വിവാഹം തടസ്സപ്പെടുത്താൻ സാധ്യതയുണ്ടെന്ന് കാണിച്ച് ഒരു കേസ് കൊടുക്കായിരുന്നു. എന്തൊക്കെ തടസ്സങ്ങൾ ഉണ്ടായാലും നിശ്ചയിച്ച തീയതിയിൽ തന്നെ വരൻ വധുവിന്റെ കഴുത്തിൽ താലി കെട്ടുമെന്ന് തിരുമേനി ഉറപ്പിച്ചു പറഞ്ഞിട്ടുണ്ട്. ഓ ഓ, മോളെ, വിവാഹശേഷം കൃഷ്ണനും രാധയും പോലെ സന്തോഷകരമായ ജീവിതമായിരിക്കും നിങ്ങളുടേത്. ചേച്ചിക്ക് നാണം വന്ന്. മോളെ ശ്യാമേ, നിന്റെ വിശ്വാസവും പ്രാർത്ഥനകളും നല്ലൊരു കുടുംബജീവിതം നിനക്ക് സമ്മാനിക്കും. അക്കാര്യത്തിൽ ഏട്ടൻ ഉറപ്പാ. വാസുവേട്ട, വിവാഹത്തിന് മുൻപുള്ള തടസ്സങ്ങൾ മാറ്റാൻ തിരുമേനി പ്രതിവിധികളൊന്നും പറഞ്ഞില്ലേ? ഊല്ലോ, പറഞ്ഞു. ഏറ്റവും അടുത്ത ദിവസം തന്നെ ഒരു ഗണപതി പൂജ നടത്തി ക്ഷേത്രക്കുളത്തിൽ ദീപം ഒഴുക്കണമെന്നാ തിരുമേനി പറഞ്ഞേ. എന്ത് പറഞ്ഞാലും ഒരു അമ്പലവും പൂജയും ഒരാഴ്ച പോലും ആയിട്ടില്ല വലിയൊരു വഴിപാട് നടത്തിയിട്ട്. ഇക്കണക്കിനാണെങ്കിലേ അമ്പലത്തിലേക്ക് താമസം മാറുന്നതാ നല്ലത്.
ജയന്തി, നമുക്കൊരു ആത്മധൈര്യം കിട്ടാന് പൂജയും പ്രാർത്ഥനയും വഴിപാടും ഒക്കെ നടത്തുന്നത്. നമ്മളെ കൊണ്ട് ഈശ്വരന് ഒരാവശ്യമില്ല. ആവശ്യഘട്ടത്തിൽ സഹായിക്കണേന്ന് ഉള്ളൊരുക്കി വിളിക്കാൻ നമുക്കാ ദൈവത്തെ വേണ്ടത്. ബസുവേട്ടാ, എത്രയും പെട്ടെന്ന് നമുക്ക് ആ ചടങ്ങ് നടത്തണം. വിവാഹിതരാകാൻ പോകുന്ന രണ്ടുപേരും ഒന്നിച്ച ദീപോഴുകൽ ചടങ്ങ് നടത്തിയ ഏറ്റവും ഉത്തമമായിരിക്കും തിരുമേനി പറഞ്ഞു. അതിന് വിഷ്ണു യാത്രയിലാണെന്നല്ലേ പറഞ്ഞത്? എടാ, നമുക്കൊന്ന് വിളിച്ചാൽ പോരെ? വരാൻ പറ്റുമെങ്കിൽ രണ്ടുപേരും ഒന്നിച്ച് നടത്തി അത്ര നല്ലതല്ലേ? മമ്മി എന്താ ഇത്ര കാര്യമായിട്ട് ആലോചിക്കുന്നത്? ശ്യാമയുടെ വിവാഹം മുടങ്ങിയാൽ അവൾ നമ്മുടെ കൂടെ ഉണ്ടാവും. നീ ഗായികയായിട്ട് തുടരുകയും ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ ആവശ്യമാണ് നക്ഷത്രയും അഖിലും തമ്മിലുള്ള വിവാഹം മുടക്കുക എന്നത്. അഖിലും ശ്യാമയും കൂടെ ഉള്ള വീഡിയോയും ഫോട്ടോസും നക്ഷത്രയെ കാണിച്ചാലോ? അത് കൊള്ളാം. അഖിലിന്റെ വീട്ടിലുള്ളവര് ശ്യാമയെ ശത്രുവായിട്ട് കാണുമ്പോ അഖിൽ അവളോട് ചിരിച്ചു കളിച്ച് സംസാരിക്കുന്നു, സമ്മാനം കൊടുക്കുന്നു. ഇത്രയൊക്കെ പോരെ അവര് തമ്മില് മറ്റൊരു ബന്ധമുണ്ടെന്ന് തെളിയിക്കാൻ? നിനക്ക് എന്റെ കൂടെ നടന്ന് കുറച്ച് ബുദ്ധിയും ബോധമൊക്കെ വച്ചു തുടങ്ങി. അതൊരു വഴിവിട്ട ബന്ധമാണെന്ന് നക്ഷത്രയെ വിശ്വസിപ്പിക്കണം. അതിന് എന്റെ മൊബൈലിലുള്ള വീഡിയോസും ഫോട്ടോസും മതി. അത് കാണിച്ച് നക്ഷത്രയുടെ മനസ്സ് മാറ്റാം. നമുക്ക് ഇപ്പൊ തന്നെ അവളെ കാണാൻ പോയാലോ? അയ്യോ, മമ്മി തന്നെ പോയാ മതി. ഞാൻ അവിടെ വന്ന് എന്തെങ്കിലും അബദ്ധം വിളിച്ചു പറഞ്ഞാ അത് കുഴപ്പമാവും. നക്ഷത്ര വിശ്വസിച്ചാൽ ഈ കല്യാണം മുടങ്ങും. അതേ ഡേറ്റിൽ വിവാഹം നടത്താൻ വസുന്ധരയും വർമ്മയും ശ്രമിക്കും. അവിടെയാണ് നിന്റെ ചാൻസ്. അതൊക്കെ നമുക്ക് വിശദമായിട്ട് പ്ലാൻ ചെയ്യാം. മമ്മി ആദ്യം നക്ഷത്രയിൽ പോയി കാണും. ഇപ്പൊ തന്നെ പോയി കാണാം. അമ്മേ, ഇതെങ്ങനെയുണ്ട്? ഇതൊരുപാട് സിമ്പിളായി പോയില്ലടാ. ഇത് കൊള്ളാം. ദേ നോക്കി. എവിടെ? കൊള്ളാം കൊള്ളാം. അപ്പച്ചി, അപ്പച്ചിയുടെ നല്ല പ്രായത്തിൽ ഇത് സൂപ്പർ ആയിരുന്നേ. ഇതേ വർഷം 2023. പക്ഷേ കാലം മാറിയതൊന്നും ഇവിടെ ചിലർക്ക് ബാധകമല്ല. ഇപ്പോഴും പഴഞ്ചൻ രീതിയിലുള്ള കല്യാണക്കുറിയും കല്യാണം വിളിയൊക്കെ നടത്താനാ ഇവിടെ ചിലർക്കൊക്കെ താല്പര്യം. ഇതൊന്നും പഴമയല്ലടാ, തനിമയാ. എത്ര മോഡേൺ ആയാലും കാടും പുഴയും പഠിച്ച സ്കൂളും ഒക്കെ നമ്മുടെ മനസ്സിൽ നിന്ന് പോവോ? അതുപോലെ തന്നെ ചില രീതികളും. അരുൺ പറഞ്ഞത് സത്യ. നെറ്റി സെർച്ച് ചെയ്താ ഇതുപോലുള്ള ആയിരക്കണക്കിന് വെഡിങ് കാർഡുകളുടെ മോഡലുകൾ കിട്ടും. നമുക്ക് ഇതിന്നൊരെണ്ണം സെലക്ട് ചെയ്താൽ മതി. ഐശ്വര്യ, ഇതിന്ന് നിനക്ക് ഇഷ്ടപ്പെട്ടെന്ന് നോക്കിയേ. ഏട്ടാ, അത് ഓക്കെയാണോ? കഴിഞ്ഞില്ലേ ഇതുവരെ? രാവിലെ തന്നെ തുടങ്ങിയതാണല്ലോ ഇത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരെണ്ണം വേണ്ടേ? ഇവന് കല്യാണം കഴിക്കാൻ ഒരു പെണ്ണിനെ കണ്ടുപിടിക്കാൻ ഇത്രയും ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. കല്യാണമൊക്കെ ഈശ്വര നിശ്ചയല്ലേ, സമയമാവുമ്പോ അതെല്ലാം നടക്കും. അതൊക്കെ ശരിയാ. എന്നാലും വെഡിങ് കാർഡ് ഇതുവരെ സെലക്ട് ആയിട്ടില്ല. ഇതൊന്ന് നോക്കിയാൻ. എന്നിട്ടാ നീ നോക്കണ. എടാ, നോക്കി നിൽക്കാതൊരു അഭിപ്രായം പറ. അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടോ? എനിക്ക് ഇഷ്ടമായതുകൊണ്ടാണല്ലോ നിങ്ങളോടൊക്കെ നോക്കാൻ പറഞ്ഞേ. എന്നാ അമ്മ സെലക്ട് ചെയ്ത് എന്തെങ്കിലും ഞാൻ നോ പറഞ്ഞിട്ടുണ്ടോ? എനിക്കിത് ഓക്കെയാണ്. അങ്ങനെ ഒടുവിൽ ആ കടമ്പയും കടന്നു. അതെ അതെ. അരുൺ, എന്താ അമ്മേ? ഇതാണ് ഇവന്റെ വെഡിങ് കാർഡിന്റെ മോഡൽ. ഫിക്സ്. പ്രിന്റ് ചെയ്യാൻ കൊടുത്തോ? ഏട്ടാ, ഓക്കെ അല്ലേ?
ഐശ്വര്യ, തനിക്ക് എന്താടോ പറ്റിയത്? ഞാനൊന്നും കാണുന്നില്ല അറിയുന്നില്ല എന്ന് വിചാരിക്കരുത്. ഇങ്ങനെ ഹൈഡ് ചെയ്യാതെ കാര്യം വ്യക്തമായിട്ട് പറ. അത് തന്നെയാണ് ഞാനും പറയുന്നത്. താനും കൂടി ചേർന്നാണ് നക്ഷത്ര അഖിലിന് വേണ്ടി ആലോചിച്ച് തീരുമാനിച്ചത്. അതിന് ഇപ്പോ അവളുടെ കാര്യം വരുമ്പോൾ ഒരു ഒഴിഞ്ഞു മാറ്റം. ദേ, ഇപ്പോഴും കണ്ടു താൻ താല്പര്യമില്ലാതെ പോരുന്നത്. എനിക്ക് ചെറിയൊരു തലവേദന. അതെന്തിന്റെ ആണെന്ന് എനിക്കറിയേണ്ടത്. ദേ അരുൺ, എന്റെ കാര്യങ്ങളിൽ അരുണോ അരുണിന്റെ കാര്യങ്ങളിൽ ഞാനോ അനാവശ്യമായിട്ട് ഇടപെടില്ലെന്ന് നമ്മൾ നേരത്തെ തീരുമാനിച്ചതാ. എന്നെ എന്റെ വഴിക്ക് വിട്. ഞാൻ തനിക്കിവിടെ എല്ലാവിധ സ്വാതന്ത്ര്യവും തരുന്നില്ലേ? സ്വാതന്ത്ര്യം തരുന്നുണ്ടെന്നോ? ഓ, അപ്പോ എന്റെ സ്വാതന്ത്ര്യം പക്ഷേ അരുണിന്റെ സ്വാതന്ത്ര്യം എനിക്ക് ആവശ്യമില്ല. ദാറ്റ് ഈസ് മൈ റൈറ്റ്. മറ്റുള്ളവർക്ക് മുമ്പിൽ അരുൺ ആഗ്രഹിക്കുന്നത് പോലെ പെരുമാറാൻ എനിക്ക് പറ്റില്ല. അങ്ങനെ വേണോന്ന് വാശി പിടിച്ചാ അത് നമ്മുടെ റിലേഷനെ ബാധിക്കും. മല്ലികേ, എന്തെന്നോടന്ന് ആരോ വന്നു. ആര് വന്നെന്ന് ഒന്ന് നോക്ക്. അയ്യോ, കോട്ട്. ആരാ മനസ്സിലായില്ല? ഞാനൊരു മ്യൂസിക് ടീച്ചറാ. മ്യൂസിക് ടീച്ചറോ? ആ, ഞാൻ നക്ഷത്രയെ കാണാൻ വന്നതാ. അയ്യോ സോറി, നക്ഷത്രയ്ക്ക് മ്യൂസിക് പഠിക്കാൻ താല്പര്യമില്ല. ആരാ മല്ലികേ? അത് പിന്നെ നക്ഷത്രയെ കാണാൻ വന്ന മ്യൂസിക് ടീച്ചറാ. ഓ, നക്ഷത്രയുടെ പപ്പയും മമ്മിയല്ലേ? എന്താ സംശയമുണ്ടോ? നക്ഷത്രയുമായിട്ട് നല്ല രൂപസാദൃശ്യമുണ്ട്. അതെല്ലാവരും പറയുന്നതാ. അഞ്ജലി മാം. ഓ, നിങ്ങൾ പരിചയക്കാരാണല്ലേ? ഓക്കെ ഓക്കെ, ക്യാരി ഓൺ. മല്ലിക, നമുക്ക് അങ്ങോട്ട് മാറി ഇന്ന് സംഗീതം പഠിക്കാം, സംസാരിക്കാം. കമോ. എന്താ അരുന്ധതി മാഡം ഇവിടെ? മോളോട് എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. മാം ഇരിക്കെ. അയ്യോ വേണ്ട. കോടീശ്വരപുത്രിയാണെങ്കിലും വിനയത്തിലും ജീവിത രീതിയിലും അടക്കവും ഒതുക്കവും ഉള്ളൊരു പെൺകുട്ടിയാ മോള്. അതറിയാവുന്നതുകൊണ്ടാ ഞാൻ അറിഞ്ഞ കാര്യം നേരിട്ട് വന്ന് പറയാന്ന് കരുതിയത്. അഖിൽ ഒരു നല്ല പയ്യനാണെന്നായിരുന്നു ഇതുവരെയുള്ള എന്റെ വിശ്വാസം. പക്ഷേ അത് തെറ്റി. അവന് മറ്റൊരു പെണ്ണുമായിട്ട് ബന്ധമുണ്ട്. ശ്യാമ. ദേ, ഇത് കണ്ടോ? പൊതുസ്ഥലത്ത് വെച്ച് അഖില് ശ്യാമയ്ക്ക് സമ്മാനം കൊടുക്കുന്നതാ. ഇതിനു മുമ്പ് വീട്ടിൽ വെച്ചുണ്ടായ സംഭവങ്ങള് മോള് നേരിട്ട് കണ്ടതല്ലേ? ശ്യാമയെ കാണരുതെന്ന് അവന്റെ വീട്ടുകാരെ താക്കീത് ചെയ്തിട്ടും അഖിൽ വീണ്ടും അവളെ പോയി കണ്ട് സമ്മാനം കൊടുത്തു. അവ ശരിയല്ല മോളെ. മോളെ പോലൊരു ശുദ്ധഗതിക്കാരിയായ പെൺകുട്ടിക്ക് ചേർന്നവനല്ല അഖില്. ചതിയിൽ വീഴാതെ മോളെ രക്ഷപ്പെടണം. ഇതിൽ എന്താ ഇത്ര ചതി? അഖിലും ശ്യാമയും തമ്മിലുള്ളത് തെറ്റിദ്ധരിക്കപ്പെടേണ്ട ബന്ധമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ ഒരു കാഴ്ചയെ നിങ്ങളെപ്പോലെ ചീപ്പായി കാണാൻ എനിക്ക് കഴിയില്ല.